ഇവിടെ ഞാൻ തക്കാളി ചട്നിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് മുറിച്ചെടുക്കാം. ഇത് അധികം ചെറുതായിട്ട് മുറിക്കണ്ട, കുറച്ച് വലിപ്പത്തിൽ മുറിച്ചെടുത്താൽ മതി. അങ്ങനെ ഇതെല്ലാം ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചട്നിയാണിത്. ഇത് നമുക്ക് ദോശക്കും ഇഡ്ലിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഉള്ളി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി മുറിച്ചെടുക്കാം. ഇതും ഇതേപോലെ അധികം ചെറുതാക്കണ്ട, കുറച്ച് വലിപ്പത്തിൽ തന്നെ മുറിച്ചെടുത്താൽ മതി. പച്ചമുളകും ഇതേപോലെ മുറിച്ചെടുക്കാം. ഇതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്, അതും ഇതേപോലെ മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി വെളുത്തുള്ളിയും ഇതേപോലെ മുറിച്ചെടുക്കാം. അങ്ങനെയെല്ലാം ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ നമ്മൾക്ക് ഉള്ളിയും തക്കാളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളും ഒന്നിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായി വാട്ടിയെടുക്കുന്നുണ്ട്. ഇത് അധികം ഫ്രൈ ആയി വരണ്ട, കുറച്ച് മതി. എന്നിട്ട് തണുത്ത ശേഷമാണ് നമുക്കിത് മിക്സിയിൽ അടിക്കേണ്ടത്. അങ്ങനെ ഇതെല്ലാം ചെറുതായി വാടി വന്നിട്ടുണ്ട്. ഇത്രയേ വേണ്ടൂ. ഇനി ഇത് തണുത്ത ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അങ്ങനെ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കണം. അങ്ങനെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാനിടയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ചുവന്ന മുളകും അതേപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായി മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഉപ്പും ഇട്ട് നന്നായി മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യണം. താങ്ക് യു.